അഴിമതിയുടെ കറപുരുളാത്ത കരങ്ങളുമായി ജനകീയമായ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമായിരുന്നു വി.എസ്. അച്യുതാനന്ദനെന്ന് മോൻസ് ജോസഫ് എം.എൽ.എ. ഭരണരംഗത്തും പൊതുപ്രവർത്തന രംഗത്തും ഉറച്ച നിലപാടുകളാണ് വി.എസ്. സ്വീകരിച്ചിരുന്നത്. 2008-2009 കാലഘട്ടത്തിൽ വി.എസ്. അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുരാജ് വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞത് മറക്കാനാവാത്ത അനുഭവമാണെന്ന് മോൻസ് ജോസഫ് പറഞ്ഞു. മുഖ്യമന്ത്രി എന്ന നിലയിൽ ശക്തമായ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കിയിരുന്ന വി.എസ്. നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള സമീപനങ്ങളാണ് സ്വീകരിച്ചിരുന്നത്. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തോടൊപ്പം മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞപ്പോൾ പ്രതിസന്ധികൾ പരിഹരിക്കാൻ അദ്ദേഹം നൽകിയ ശക്തമായ പിന്തുണയും മോൻസ് ജോസഫ് ഓർമ്മിക്കുന്നു. റോഡുകൾ തകർന്നു കിടക്കുന്നതിന്റെ പേരിലും റോഡ് വികസന പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലായതിന്റെ പേരിലും വലിയ പരാതിയും വലിയ തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും ഗവൺമെന്റിന് ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു കാലഘട്ടം. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എന്താണ് വഴി? അതിനുള്ള വഴി പുതിയ മന്ത്രി അന്വേഷിക്കണം. അതിനുള്ള പരിഹാര മാർഗങ്ങൾ സർക്കാരിന്റെ മുമ്പിൽ കൊണ്ടുവരണം. മന്ത്രിസഭാ യോഗത്തിൽ അക്കാര്യങ്ങൾ അവതരിപ്പിക്കണം. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി.എസ്. അച്യുതാനന്ദന്റെ പക്കൽ ഞാൻ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ചെല്ലുമ്പോൾ ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണം ഇതാണ്. ആ ചുമതല നല്ല നിലയിൽ നിർവഹിക്കുന്നതിന് അദ്ദേഹത്തിന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും ഉണ്ടായി എന്നുള്ളത് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. ഞാൻ പലപ്പോഴും അത് പൊതുവേദികളിലും മാധ്യമങ്ങളോടുമായി പങ്കുവച്ചിട്ടുള്ളതാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി.എസ്. അച്യുതാനന്ദൻ മന്ത്രിസഭാംഗം എന്ന നിലയിൽ വലിയ പ്രോത്സാഹനവും സഹകരണവുമാണ് എന്നെപ്പോലെയുള്ള ഒരു പുതുമുഖമായ മന്ത്രിസഭയിലേക്ക് വരുന്ന വ്യക്തിയോട് കാണിച്ചിട്ടുള്ളത് എന്ന് പറയുന്നതിലും എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കേരളത്തിന്റെ റോഡ് വികസന രംഗത്ത് അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കുവാൻ ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ചും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 14 ജില്ലയിലും 140 അസംബ്ലി മണ്ഡലങ്ങളിലും പൊതുമരാമത്ത് വകുപ്പിന്റെ വികസന പദ്ധതികൾ എത്തിക്കുവാനും കേരളത്തിലെ റോഡുകൾ മെച്ചപ്പെട്ട നിലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഹൈക്കോടതി റോഡ് മോശമാകുന്നതിന്റെ പേരിൽ ഹൈക്കോടതിയുടെ വിമർശനം നിരന്തരമായി ഏറ്റുവാങ്ങേണ്ടി വരുന്ന പൊതുമരാമത്ത് വകുപ്പാണ് ആ കാലഘട്ടത്തിലുണ്ടായത്. അതിനു പകരമായി ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ ഒഴിവാക്കി തൃപ്തികരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുവാൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട ശ്രീ വി.എസ്. അച്യുതാനന്ദൻ എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകാൻ താൽപര്യപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി വിട്ടുവീഴ്ച മനോഭാവത്തോടെ പ്രവർത്തിക്കാൻ വി.എസ്. അച്യുതാനന്ദന് കഴിഞ്ഞിരുന്നതായും മോൻസ് ജോസഫ് എം.എൽ.എ. പറഞ്ഞു.